ഇലക്ഷൻ ഇനി 2-3 ദിവസമേ ബാക്കിയുള്ളൂ. ഞായറാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇപ്പൊ ജർമ്മനിയിലെ ഇലക്ഷന്റെ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൗതുകത്തോടു കൂടിയുള്ള ഒരു ചോദ്യമായിരിക്കും, മലയാളികൾ ജർമ്മൻ രാഷ്ട്രീയത്തിലുണ്ടോ? ഒറ്റ വരിക്കുള്ള ഉത്തരം ഉണ്ട് എന്നാണ്. ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ജർമ്മൻ രാഷ്ട്രീയത്തിൽ പ്രകടമായ മലയാളി സാന്നിധ്യമുണ്ട്. ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. ആദ്യമായി പാർലമെന്റിൽ വന്നിട്ടുള്ള മലയാളികളെ കുറിച്ച് പറയാം. അതിലൊരു മലയാളി വന്നിട്ടുള്ളൂ. അയാളുടെ പേര് സെബാസ്റ്റ്യൻ എഡർട്ടി എന്നാണ്. ആള് ഹനോവറിൽ ഒരു മലയാളി പിതാവും അയാളുടെ അമ്മ ജർമ്മൻകാരിയായിരുന്നു. അയാൾ ഹനോവറിലാണ് ജനിച്ചത്. 98 മുതൽ ആള് SPD രാഷ്ട്രീയ നേതാവായിരുന്നു. SPD എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊലീഷനുള്ള, ഒലാഫിൽ ഉൾപ്പെടുന്ന കൊലീഷനുള്ള പാർട്ടി. 2009-ലും 2013-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച ആളാണ്. പ്രധാനപ്പെട്ട ചില പാർലമെന്ററി കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു. പ്രത്യേകിച്ച് NSU, നാഷണൽ സോഷ്യലിസ്റ്റ് അണ്ടർഗ്രൗണ്ട്, അതായത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന നിയോനാസികളുടെ ആക്രമണങ്ങൾ എങ്ങനെയാണ് പോലീസിന്റെ ഇന്റലിജൻസ് അത് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു ചെറിയ വിവാദം, ചെറുതല്ല, ഒരു വലിയ, ജർമ്മനിയെ പിടിച്ചുലച്ച ഒരു വലിയ വിവാദത്തിൽ, ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായി വരികയും അത് വലിയ കത്തിപ്പടർന്നിട്ട് ആള് രാജിവെച്ചു. അയാളിപ്പോ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. അതുകൂടാതെ പാർലമെന്റിൽ ഒരു മലയാളി വന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. ഏതെങ്കിലും മലയാളി ബന്ധമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ജർമ്മനിയിലെ ഒരു മേയർ, അദ്ദേഹം മലയാളിയാണ്. അത് നമ്മുടെ കൊച്ചിക്കാരനാണ്. കൊച്ചി വടുതല ബന്ധങ്ങളുള്ള മിലൻ മാപ്പിളശ്ശേരി ആണത്. മിലൻ ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ വരികയും കൊച്ചി മേയറെയൊക്കെ കാണുകയും ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒക്കെ ഉള്ള എന്താണ് അവരുടെ ഒരു അത്ഭുതവും, നന്നായി വേസ്റ്റ് മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാട്ടോ, നന്നായി വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് കണ്ടതിലുള്ള അത്ഭുതമല്ല, അതൊക്കെ വെച്ച് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. ജർമ്മനിയിലെ മേയറും മലയാളി വംശജനുമായ മിലൻ മാപ്പിളശ്ശേരി കൊച്ചിയിലെത്തി. ബുർക്കിനാവു എന്ന സിറ്റിയിലെ മേയറായ ശേഷം ആദ്യമായിട്ടാണ് മിലൻ കൊച്ചിയിലെത്തുന്നത്. ഓരോ തവണ കൊച്ചിയിലെത്തുമ്പോഴും നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മിലൻ പറയുന്നു. ജില്ലാ കളക്ടറുമായും കൊച്ചി മേയറുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മിലൻ മടങ്ങിയത്. മിലൻ മാപ്പിളശ്ശേരിയും കുടുംബവും അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ എതിരാളി സ്ഥാനാർത്ഥി CDUവിന്റെ വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളായിരുന്നു. പക്ഷെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച ഇദ്ദേഹം സോഷ്യൽ മീഡിയയൊക്കെ വളരെ നന്നായി ഉപയോഗിച്ചു. Die Bürgerinnen und Bürger auf diese moderne Art und Weise an ihrer Gemeinde. Die ausgewählten Leitthemen erfreuen sich zunehmender Beliebtheit. Wie gewohnt will ich വളരെ നല്ല പ്രചാരണം നടത്തി. അങ്ങനെ അയാളെ പോലും ഞെട്ടിച്ചുകൊണ്ട് 80% വോട്ടുകൾ മേടിച്ചുകൊണ്ടാണ് മിലൻ ആ ബിർക്കനാവുവിന്റെ മേയറായിട്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ബെർലിനിലാണെങ്കിൽ ബെർലിനിൽ SPD ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ട്. അവരുടെ പേര് വയോള മറ്റത്തിൽ എന്നാണ്. അവരുടെ മാതാപിതാക്കൾ കോട്ടയം പാലായിൽ നിന്നുള്ളവരാണ്. പക്ഷെ വയോള ജർമ്മനിയിലാണ് ജനിച്ചു വളർന്നത്. അവരുടെ PhD ഇന്ത്യയും ജർമ്മനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവരുടെ PhD. അവർ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. ഞങ്ങളിവിടെ SPD Weberwiesel campaign ചെയ്യുന്നു for the coming German election, and SPD Weberwiesel is in Berlin-Friedrichshain and I'm the head of the SPD Weberwiesel. അതുകൂടാതെ ഈ അടുത്ത ദിവസം അവർ മലയാളികൾക്ക് വേണ്ടിയിട്ട് ജർമ്മൻ രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തുന്ന ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വളരെ സജീവമായി മലയാളി കമ്മ്യൂണിറ്റി
മലയാളിക്ക് വേണ്ടിയും അതിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വയോള. എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ, എൻ്റെ പേര് വിയോള മറ്റത്ത്. KCAB എന്ന് അറിയപ്പെടുന്ന ബെർലിനുള്ള കേരള കൾച്ചറൽ അസോസിയേഷൻ അവരുടെ മെമ്പേഴ്സിന് ഒരു സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ജർമ്മനിയുടെ രാഷ്ട്രീയ ഘടനയും സാഹചര്യവും വ്യക്തമായി ഇത്രയും പേരാണ് പ്രധാനമായിട്ട് നമുക്ക് ജർമ്മൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത് പ്രകടമായി. ഇനി പ്രാദേശിക തലത്തിൽ വേറെ ആളുകളൊക്കെ മലയാളികൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കൂ. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. മലയാളവും ജർമ്മനിയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതായത് ഹെർമൻ ഹെസ്സയുടെ ഗ്രാൻഡ് ഫാദർ ഹെർമൻ ഗുണ്ടർട്ട് ആണല്ലോ നമ്മുടെ ഡിക്ഷണറി കമ്പയർ ചെയ്തിരിക്കുന്ന ആള്. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ ഊബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു മലയാളം ചെയറുണ്ട്. അവിടെ മലയാള ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജർമ്മനിയും മലയാളവും കേരളവും തമ്മിൽ കുടിയേറ്റവും ഭാഷയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധമുണ്ടെങ്കിലും മലയാളി കുടിയേറ്റ സമൂഹത്തെ, പ്രത്യേകിച്ച് ഈ ജർമ്മൻ ജനതയെ സേവിച്ച മലയാളി നേഴ്സുമാരുടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റിനെയൊക്കെ, അവരുടെ ഒരു സമൂഹത്തെയൊക്കെ, അവരുടെ ചരിത്രത്തെയൊക്കെ വേണ്ട വിധത്തിൽ അംഗീകരിച്ചോ ജർമ്മനി എന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ട്. എന്തായാലും ഇലക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.